പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാടാണ്. മേപ്പാടിയിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ പോയ വർഷം ഇതേ സമയം ഈ രാത്രിയിലെ മഴ ഇങ്ങനെയല്ല, പെരുമഴയാണ്. ആ രാത്രി പുലർന്നപ്പോൾ കേരളമെന്നല്ല, വയനാടെന്നല്ല, കേരളമെന്നല്ല, രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തിലേക്കാണ് കണ്ണു തുറന്നത്. ഇപ്പോഴും എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്ന് അറിയാത്ത മരണങ്ങൾ, വേദനകൾ, അച്ഛനെയും അമ്മയും കുഞ്ഞുമക്കളെയൊക്കെ നഷ്ടപ്പെട്ട സങ്കടങ്ങൾ, വിലാപങ്ങൾ, ഇപ്പോഴും കണ്ണീര് തോരാത്ത ശ്മശാന ഭൂമികൾ, നമുക്കൊന്നും മറക്കാൻ കഴിയാത്ത വേദനകളാണ്. നാളെ ഒരു വർഷം പൂർത്തിയാകുന്നു. ആ മഹാദുരന്തത്തിന് ഒരു വയസ്സ് പൂർത്തിയാവുകയാണ്. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു പുനരധിവാസം എന്ന് നമ്മൾ പ്രഖ്യാപിച്ച ആ പുനരധിവാസം എവിടെ എത്തി നിൽക്കുന്നു? എന്തുകൊണ്ടാണ് ഒരു വർഷം പൂർത്തിയാകുമ്പോഴും ദുരന്തബാധയുടെ ലിസ്റ്റ്, കുറ്റമറ്റ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ കഴിയാതെ പോകുന്നത്? ഉരുളെടുത്തു പോയ അവരുടെ ജീവനോപാധികൾ നമ്മൾ എങ്ങനെയാണ് ഇനി അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മേപ്പാടിയിൽ നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വാഗതം മേപ്പാടിയിലേക്ക്, എൻകൗണ്ടറിലേക്ക്. കോൺഗ്രസ് നേതാവ് ശ്രീ സംഷാദ് മരക്കാർ, CPM നേതാവ് ശ്രീ KM ഫ്രാൻസിസ്, BJP നേതാവ് ശ്രീ പ്രശാന്ത് മലവയൽ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. നമ്മുടെ മേപ്പാടിക്കാരുണ്ട്. ചൂരൽമല, പുഞ്ചിരിമട്ടം ആ മേഖലയിലുള്ള ദുരന്തബാധർ ആയിട്ടുള്ള നേർക്കുന്ന അനുഭവമുള്ള ഒരുപാട് മനുഷ്യർ ഇന്ന് മേപ്പാടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നേതാക്കളിലേക്ക് പോകും മുൻപ് അവരിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ചേട്ടാ, ഒരു വർഷം പൂർത്തിയാവുക, എന്താ ഒരു അനുഭവം? എന്താ ഈ ഒരു വർഷം പൂർത്തിയായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച 402 വീടിൽ ഒരു വീട് പോലും ഈ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഒരു വർഷം ഒരു വീട് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ് ഈ 402 വീട് എത്ര വർഷം കൊണ്ടാണ് പൂർത്തിയാക്കുക? ഞങ്ങൾ ദുരന്തത്തിൽപ്പെട്ട ആളുകളാണ്. എൻ്റെ സഹോദരങ്ങൾ പുറകിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കച്ചവടക്കാർ, കൃഷി നശിച്ച ആളുകൾ, ഇവരൊന്നും ഇതുവരെ ഗവൺമെൻറ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ കോളേജ് വിദ്യാർത്ഥികൾ, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ എന്നാണ് വീടാകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതുപോലെ തന്നെ അവസാനം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞ ആ ലിസ്റ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു വർഷമായി. മുട്ടിലിൽ വെച്ച് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ അന്ന് 1023 വീടാണ് പറഞ്ഞത്. അതെങ്ങനെ ഒറ്റയടിക്ക് 402 ഒതുങ്ങിയത്? അന്ന് തീർത്ത് പറഞ്ഞാണല്ലോ 1023 വീടാണെന്ന് പറഞ്ഞത്. ഞാൻ ലിസ്റ്റിലുണ്ട്. ടൗൺഷിപ്പിലാണ്, കൽപ്പറ്റ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് താമസിക്കാൻ വാടക വീടല്ലാതെ മറ്റൊന്നും സംഭവം റെഡി ആയിട്ടില്ല. അപ്പൊ ഇത് എത്ര കാലം നീണ്ടുപോകും എന്നുള്ളതാണ്. അതാണ് ചോദ്യം. നമുക്ക് ഒന്ന് രണ്ട് പേരോട് ചോദിക്കാം. നമ്മൾ കാണുന്ന ചൂരൽമല വെച്ചാ. അപ്പൊ ചൂരൽമല കാണുമ്പം അവിടുത്തെ എന്താണ്, തൊഴിലാളിയായിരുന്നു, ജോലിയില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പരിഹാരം ഉണ്ടായോ? ഞാൻ ലോഡിങ് തൊഴിലാളിയായിരുന്നു. ഒരു വർഷമായി ഈ കളക്ട്രേറ്റിലും MLA-നോടും എൻ്റെ യൂണിയനോടും എല്ലാ യൂണിയനോടും നിരന്തരം ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്കൊരു തൊഴിലിട്ടാനാണ്. ഞങ്ങളിപ്പോൾ 7 ആളുണ്ടായിരുന്നു. ഒരാൾ ഉരുള് പൊട്ടിയിട്ട് മൊത്തം ആ കുടുംബം പോയി. ബാക്കി 6 ആളുണ്ട്. 6 ആളിപ്പോൾ ഞങ്ങൾ 2 ആളാണ് ഉരുള് പൊട്ടിയിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. ചൂരൽമല ടൗണിലാണ്. ഉരുള് പൊട്ടി പോയതാണ്. എൻ്റെ 6 മൂത്ത പെങ്ങളും കുടുംബം മൊത്തം പോയതാണ്. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല, വീടിൻ്റെ അടുത്തൊക്കെ പോയി എന്നല്ലാതെ. ഞാൻ നിരന്തരം ആവശ്യപ്പെട്ടു. ഇന്ന് വരെ ഒരു വർഷമായല്ലോ. ഈ യൂണിയൻകാരോ കളക്ടറോ MLA ആണോ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ ഒരു ജോലി എനിക്ക് ശരിയായി കിട്ടിയില്ല. നമ്മൾ വയനാട്ടിൽ എവിടെ പോയിട്ട് ജോലി ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ്. അതായത് ഈ കാർഡ് ഞാൻ നടക്കാത്ത സ്ഥലം എവിടെയില്ല. ഇത് തൊഴിൽ കാർഡാണ്. എൻ്റെ തൊഴിൽ കാർഡാണിത്. MLA-നോട് ചോദിച്ചോ, MLA പറഞ്ഞ് ശരിയാക്കി തരാന്ന്. കളക്ടറോട് പറയുമ്പോൾ കളക്ടർ പറഞ്ഞ് ശരിയാക്കി തരാന്ന്. ലേബർ ഓഫീസറോട് പറയുമ്പോൾ പറയും ഞാനല്ല ശരിയാക്കേണ്ടതാണ്. നിങ്ങൾ എവിടെ തൊഴിലെടുത്താലും നിങ്ങൾക്ക് ഇതേ മരിക്കുള്ള കാർഡ് എനിക്ക് തരാനുള്ള അധികാരമുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് തൊഴിൽ വാങ്ങി തരാനുള്ള അധികാരമില്ല. എനിക്ക് തൊഴിൽ വാങ്ങി തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യൂണിയൻകാരെ സമീപിക്കണം. യൂണിയൻകാരോട് നിരന്തരം ഞാൻ ആവശ്യപ്പെടുന്നു, എനിക്കൊരു തൊഴിൽ വേണം. തൊഴിൽ 2 ആൾക്ക് മതി. ഈ വയനാട്ടിൽ 2 ആൾക്ക് തൊഴിൽ. ബാക്കിയുള്ളവരൊക്കെ കൂലിപ്പണി ഉണ്ട് അവിടെ. ഓല് ജീവിച്ചോളൂ. ഞാൻ ഒരു ഉരുള് പൊട്ടിയിട്ട് ഒരു വാടകയ്ക്ക് വരുന്നൊരു മനുഷ്യനാണല്ലോ. എന്നൊന്ന് പരിഹരിച്ചു. ഞങ്ങൾ 2 ആളെ പരിഹരിച്ചുള്ളൂ. ഈ വയനാട്ടിൽ എവിടെ പോയാലും ഞാൻ സന്നദ്ധമാണ്. ഈ ചാനലിലൂടെ പറഞ്ഞ് ഞാൻ മടുത്ത്. ഗവൺമെന്റ് നിരന്തരം ഞാൻ പറയുന്നുണ്ട് ഈ കളക്ടറേറ്റ് പോയിട്ട് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ 2 ആളെ ഒരു പരിഹരിക്കാൻ ഈ വയനാട്ടിൽ എവിടെ സ്ഥലമല്ലേ ഞങ്ങൾ 2 ആളും പരിഹരിക്കാൻ നോക്കാം. പരിഹാരം ഉണ്ടാവും.
അപ്പോൾ ഇതാണ് ശ്രീ ഫ്രാൻസിസ്, ഇത് ഒറ്റ വർഷമായി, ഒരു വർഷമായിട്ട് ബാക്കി അതിൻ്റെ പുനരധിവാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്തതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഒരു വർഷമായിട്ടും ആകെ 3 വാർഡുകളെ ബാധിച്ച ഒരു പ്രശ്നത്തിൽ ഒരു പട്ടിക നമുക്ക് തയ്യാറാക്കാൻ പറ്റാതെ എന്താണ്? കൃത്യമായൊരു പട്ടിക അല്ല, പട്ടിക കുറ്റമറ്റതായൊരു പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായിട്ടൊരു മാനദണ്ഡം മുന്നോട്ട് വെച്ചു. ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കി. അന്തിമ ലിസ്റ്റ് കൂടിയേ ഇനി വരാനുള്ളൂ. നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഘട്ടം മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് ഈ ഭവന നിർമ്മാണത്തിൻ്റെ ഏറ്റവും ആസന്നമായ സമയത്ത് തന്നെ ആ ലിസ്റ്റ് അടിയന്തരമായി, ഞാൻ മനസ്സിലാക്കുന്നത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആ ലിസ്റ്റ് സർക്കാർ പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിക്കുന്നതോടുകൂടി അന്തിമ ദുരന്തബാധിതരുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതിനകത്തൊരു കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ചൂരൽമല മുണ്ടക്കൈ ദുരന്തം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന, നമുക്കിപ്പോഴും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയാത്തൊരു ദുരന്തമാണ്. അന്ന് രാത്രി ഞാൻ അവിടെ ഓടിയെത്തൊരാളാണ്. ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയത് കേരള സമൂഹം ഒന്നാകെയാണ്. ആദ്യഘട്ടത്തിൽ നമുക്കതിനകത്ത് യാതൊരു തർക്കമില്ല. എല്ലാ ആളുകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ആ ദുരന്ത നിവാരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ കേരളത്തിലെ സർക്കാർ നടത്തിയ ഒരു പ്രവർത്തനമുണ്ട്. ഏറ്റവും ഇച്ഛാശക്തിയോടുകൂടി, ഏറ്റവും മാതൃകാപരമായി ഒരു സർക്കാർ എങ്ങനെ ഇടപെടണം എന്ന കാര്യത്തിൽ മാതൃകയായി തന്നെയാണ് നാളിതുവരെ കേരളത്തിലെ സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. കാരണം ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് അവിടെ ദുരന്തമുണ്ടായ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ദുരന്ത സ്ഥലത്ത് നിന്ന് അവിടെ ഒറ്റപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. നമുക്കറിയാം, ദുരന്തമുണ്ടായ അന്ന് 30-ാം തീയതി വൈകുന്നേരം 7:30 അവിടെ പുഴയ്ക്കക്കരെയുള്ള അവസാനത്തെ ആളെയും ആ പ്രദേശത്ത് അന്നേരം ഉണ്ടായിരുന്ന അവസാനത്തെ ആളെയും നമ്മൾ ഇക്കരെ കടത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് ഈ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നായിരുന്നു. ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്ററും റിയാസ് മിനിസ്റ്ററും അവിടെ നേരിട്ട് വന്നു നിന്നുകൊണ്ടാണ് ആളുകളെ ഇക്കരെ കടത്താൻ അതിനുശേഷം നമ്മൾ പറഞ്ഞു, നമ്മൾ ലോകത്തിന് മാതൃകയാവുന്ന, ലോകം അതിശയിക്കുന്ന ഒരു പുനരധിവാസ പ്രവർത്തനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു സമാനതകളില്ലാത്ത ദുരന്തത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു സ്വയം വിമർശനമായി കൃത്യമായ വസ്തുത വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത പ്രവർത്തനം തന്നെയാണ് കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള, ഇന്ത്യയിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ദുരന്ത നിവാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്, ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമുക്ക് സംശയം, ഇത് 3 വാർഡുകളാണ്. നമ്മൾ ഇത് മഹാദുരന്തം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ വാർഡുകളിലുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി കൊണ്ടാണ് ഇത് മഹാദുരന്തം, അല്ലാതെ ഒരു വലിയ ഏരിയയിൽ ഉണ്ടായതുകൊണ്ടല്ല. 3 വാർഡുകളിൽ മേപ്പാടി പഞ്ചായത്ത് ആദ്യം ഒരു ലിസ്റ്റ് കൊടുത്തതാണ്. എന്നിട്ടും 3 ഘട്ടങ്ങളിലായി വരുന്നു. ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് പ്രതിഷേധങ്ങൾ അതിലുണ്ടാകുന്നു, മാറ്റുന്നു, പിന്നെയും പുതുക്കുന്നു. എന്നിട്ടും നാളെ 1 വർഷം പൂർത്തിയാകാൻ പോകുമ്പോൾ ഒരു ഫൈനൽ പട്ടിക വരാത്തത് ആരുടെ പിഴവാണ് സംഷാദ്? ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് മേപ്പാടി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആ വാർഡുകളിലൊക്കെ സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് 545-ലധികം ആളുകൾ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് സർക്കാരിൽ സമർപ്പിക്കും. അതിനുശേഷം ഒരു ജോൺ മത്തായി കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നു. ഈ ജോൺ മത്തായി കമ്മിറ്റി ദുരന്തത്തെ 3 വ്യാഖ്യാനിക്കുന്നു. നേരിട്ട് ദുരന്തം ബാധിച്ച് വീടുകൾ തകർന്നു പോയ ആളുകൾ, ഭാഗികമായി തകർന്ന വീടുകൾ ജീവിക്കാൻ സാധ്യമല്ലാത്തത് ഫേസ് 1, ഫേസ് 2 എന്ന് പറയുന്നത് ജീവിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലം, നോ ഗോ സോൺ എന്ന് മാർക്ക് ചെയ്തു, ഫേസ് 2. 3 നോ ഗോ സോണിൽ അല്ലെങ്കിലും അതുവഴി യാത്ര ചെയ്തു പോകേണ്ട ഗോ സോണുകൾ. അങ്ങനെ 3 ലിസ്റ്റുകൾ സമർപ്പിക്കുന്ന ഒരു മാനദണ്ഡം ശ്രീ ജോൺ മത്തായി മുന്നോട്ട് വയ്ക്കുന്നു. ജോൺ മത്തായിയുടെ പ്രസക്തി എന്തായിരുന്നു അവിടെ? അത് നിയോഗിച്ചത് സർക്കാരാണ്. അദ്ദേഹത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചും പറയേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ. ഈ ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 ലിസ്റ്റ് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും ഫേസ് 1 ആയിരിക്കും, ചിലർ ഫേസ് 2 ആയിരിക്കും, ചിലർ ഫേസ് 3 ആയിരിക്കും. ഇങ്ങനെ 3 മാറിയപ്പോൾ പടവട്ടിക്കുന്നിലെ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പടവട്ടിക്കുന്നിലെ ആളുകൾക്ക് എന്തുപറ്റി? ഈ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം വാസയോഗ്യമായ സ്ഥലമായി പടവട്ടിക്കുന്നിനെ മാർക്ക് ചെയ്തു. അവിടുത്തെ 27 കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ല. പക്ഷേ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം വാസയോഗ്യമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല? ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. അത് ഈ മാനദണ്ഡത്തിൻ്റെ പ്രശ്നമാണ്.
ദുരന്തത്തിന്റെ മാനദണ്ഡം ദുരന്തം മാത്രമായിരുന്നു എങ്കിൽ ഈ ലിസ്റ്റ് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇപ്പൊ റാട്ടപ്പാടി, പടവട്ടിക്കുന്ന്, ഒറ്റപ്പെട്ട മുണ്ടക്കയിലെ ആളുകൾ, ഏറാട്ടുകുണ്ടിലെ ആളുകൾ, ചേനനടക്കമുള്ള ആളുകൾ, അതിനപ്പോൾ അട്ടമലയിലെ ആളുകളൊക്കെ ഈ മാനദണ്ഡത്തിന്റെ പ്രയാസത്തിൽ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയി. ഇപ്പൊ ശ്രീ ഫ്രാൻസിസ് പറഞ്ഞതിനെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. അദ്ദേഹത്തിന്റെ വിവരം അനുസരിച്ചാണെങ്കിൽ നമുക്കൊരു 2-3 ദിവസം കൊണ്ട് ഈ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ നല്ലത് തന്നെ. അല്ല, പക്ഷെ അത് പടവട്ടിക്കൊന്നും ഉണ്ടാവില്ല. അല്ല, പടവട്ടിക്കുന്നും ഉണ്ടാവണം. പല പടവട്ടിക്കുന്നും റാട്ടപ്പാടിയും ഒക്കെ ഉണ്ടാവണം. അതാണല്ലോ നമ്മൾ സജസ്റ്റ് ചെയ്ത ലിസ്റ്റ്. നമ്മൾ കൊടുത്തത് 57 പേരെയും കൂടി ഉൾപ്പെടുത്തണമെന്നും 120 പേർ സ്വമേധയാ സർക്കാരിന് കൊടുക്കുകയും അണ്ടർ സെക്രട്ടറി ഓൺലൈൻ വഴി ഹിയറിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രോസസ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇനി വരേണ്ടത്. ആ ലിസ്റ്റ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ പ്രദേശത്ത് 545, 402 പ്ലസ് 57 എന്ന് പറയുന്ന 459 ഒരു 100 പേരെയും കൂടി എടുത്താൽ ഈ 545ലേക്ക് ഈ ലിസ്റ്റ് വരുമ്പോൾ ഒരാൾ പോലും ഇതിൽ പുറത്തു പോകാതെ. ഇവിടെ പടവട്ടിക്കുന്ന ആരും ഉണ്ടോ? പടവട്ടിക്കുന്ന ആരും ഉണ്ടായിരുന്നല്ലോ. അതാ ഒന്ന് പറയട്ടെ, എന്താ സംഭവം എന്ന് നോക്കിയിട്ട്. അവിടെ ഏതെങ്കിലും നേരത്തെ ജീവിക്കാൻ നിവൃത്തിയുണ്ടോ? ദയവാക്കി കൊടുത്തേക്കാം അങ്ങോട്ടൊന്ന്. ഇപ്പോൾ പടവട്ടിക്കുന്നതിന്റെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് റോഡ് ഉണ്ടാക്കിയിട്ടോ പാലം ഉണ്ടാക്കിയിട്ടോ ഞങ്ങൾക്ക് അവിടെ കാര്യമില്ല. ഒന്നാമത്തത് മുണ്ടക്കയിൽ ഈ വർഷം 2024 പൊട്ടി, 19 പൊട്ടി. ഈ 2 മർദ്ദവും ഞങ്ങൾക്ക് കേൾക്കാനുള്ള സാധ്യത ഉണ്ട്. പോരാത്തതിന് ഇപ്പോൾ അവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ ആനശല്യം ഞങ്ങൾക്ക് ഉണ്ട്. അതേപോലെ ഇപ്പൊ അങ്ങോട്ട് പോവാൻ തന്നെ ഞങ്ങൾക്ക് പോസിബിൾ അല്ല. പേടിയാ ഉള്ള കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ഒരു മഴ ചെയ്താൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അത് നടക്കില്ല. അതേപോലെ ഈ ലിസ്റ്റ് പറഞ്ഞ പോലെ 1, 2, 3 ഇത് അവസാനം ഘട്ടത്തിൽ വരും എന്താ ഉറപ്പുള്ള? അല്ലെങ്കിൽ പടവട്ടിക്കുന്ന ആദ്യം വാസയോഗ്യം അല്ലെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായത്, പിന്നെ വാസയോഗ്യമായത് അല്ലേ? 2-3 വട്ടം. അതുപോലെ മത്തായി സാറ് പറഞ്ഞ പോലെ ഇനി അവിടെ പൊട്ടൂലെന്നുള്ള ഉറപ്പുള്ള ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളെ മാത്രമേ എന്തിനാ ഈ മാറ്റി വെച്ചേക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അതുപോലെ ഇന്ന് 30-ാം തീയതി ലിസ്റ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞേ, അതിൽ ഞങ്ങൾ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ആരതിനെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അതില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഫ്രാൻസിസ് ഉണ്ടാവില്ലേ? ഇവിടെ നമുക്ക് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പം അതിനകത്തൊരു മാനദണ്ഡം വേണമെന്ന കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ദീർഘവീക്ഷണത്തിലുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് പറയാൻ വേണ്ടി കഴിയുക? മാനദണ്ഡം വേണ്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. മാനദണ്ഡം മനുഷ്യവിരുദ്ധമായാൽ അതിനകത്ത് ഞാൻ പറഞ്ഞത് ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റൂ. ഇവര് മാനദണ്ഡത്തിൽ വരുവോ ഇല്ലയോ എന്നുള്ളത് 2ാമത്തെ വിഷയമാണ്. ആ മാനദണ്ഡത്തിൽ ഇവർ കൂടി വരണം എന്നുള്ള അഭിപ്രായമാണല്ലോ ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞ മാനദണ്ഡം വേണം എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കം പറയാൻ കഴിയില്ല. മാനദണ്ഡം വേണം. കാരണം മുൻപ് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ ദുരന്തം ഉണ്ടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവരെയും പുനരധിവസിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സർക്കാർ സംവിധാനം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പദ്ധതികളുമായി പോകാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പൊ സാങ്കേതികത്വത്തിൽ കുടുങ്ങുകയാണെങ്കിൽ സാങ്കേതികത്വത്തിൽ മാത്രം പരിഗണിക്കുകയായിരുന്നെങ്കിൽ ഇപ്പം പുതിയ ലിസ്റ്റ് സാങ്കേതികത്വം, അതായത് മത്തായി കമ്മീഷൻ മുന്നോട്ട് വെച്ച സാങ്കേതികത്വം മാത്രമായിരുന്നെങ്കിൽ ലിസ്റ്റ് കഴിഞ്ഞു, പൂർത്തിയായി. ഷംസാദിന്റെ DDM അല്ലേ, ആ ലിസ്റ്റ് പൂർത്തിയായി. പക്ഷേ എന്തുകൊണ്ടാ അതിന് പുറമെയുള്ള ആളുകൾ പരിഗണിക്കപ്പെടണമെന്ന് സർക്കാരിന് മുമ്പാകെ ചർച്ച വരുന്നത്? അത് മാനുഷികമായ പരിഗണനയാണ്. അപ്പൊ മാനുഷികമായ പരിഗണനയ്ക്കകത്ത് ദുരന്തത്തിന്റെ ഭാഗമായി ഏറ്റവും ദുരിതം അനുഭവിച്ച അവിടെ ജീവിക്കാൻ വേണ്ടി കഴിയാത്ത ഈ മാനദണ്ഡത്തിന് അകത്ത് സാങ്കേതികമായി വരാത്ത ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പുതിയ ചർച്ച നടക്കുന്നത്. അതിനകത്ത് നമ്മൾ യാതൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ പ്രശാന്ത്, ഇത് നമുക്ക് പരിചയമില്ലാത്തൊരു സംഭവമാണ്, നമുക്ക് പരിചയമില്ലാത്ത ഒരു ദുരന്തമാണ്. അപ്പോൾ അതിൻ്റെതായ അങ്കലാപ്പുകളും അതിൻ്റെതായ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് 1 വർഷമാകുന്നു. ഇപ്പോൾ അവിടെ മാതൃകാ വീട് ഇന്നോ നാളെ പൂർത്തിയാകാൻ പോകുന്നു. കുറേ വീടുകളുടെ തറക്കല്ലിട്ട് കഴിയുന്നു. ജീവനോപാധി അങ്ങനെ ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസം എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ സ്വാഭാവികമായ കാലതാമസം ഉണ്ടാകാം. ഒരു 2 മാസം, ഒരു 3 വാർഡിന്റെ കാര്യമല്ലേ. അല്ലാണ്ട് ബാക്കി കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് അല്ലല്ലോ എടുക്കുന്നത്. വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ എത്ര കാലതാമസം എടുക്കുന്നുണ്ട്? അപ്പോൾ ഒരു ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് ആ നാട്ടിലെ ആളുകളെ ഒന്ന് വട്ടത്തിലിരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടാവുന്ന ലിസ്റ്റാണ് ഇവർ പറയുന്നത്. ഇനി നാളെ ആകും മറ്റന്നാളാകുമെന്ന് പറയുന്നത് അവിടെ തന്നെ ഏറ്റവും വലിയ പോരായ്മയാണ്. മറ്റൊരു കാര്യം പറയാം.
ഈ ചൂരൽമലയിലുണ്ടായിട്ടുള്ള ദുരന്തം, പ്രകൃതി ദുരന്തം, ആ നാട്ടിലെ ജനങ്ങളെ ക്രൂരമായി തന്നെ കൊണ്ടുപോയി വേദനിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ പ്രകൃതി കുറേ ആളുകളെ മരണത്തിലേക്കും കുറേ ആളുകളെ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കും പറഞ്ഞു വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രകൃതി തീരുമാനിച്ചു അവിടെ ഇനി ആരും വേണ്ടാന്ന്. അത് മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനങ്ങൾ, കേരളത്തിലെ പൊതുജനങ്ങൾ, ചൂരൽമലക്കാരെ അല്ലെങ്കിൽ മുണ്ടക്കൈക്കാരെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവൻ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പണം, തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലം, തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന മറ്റ് സംവിധാനങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ, കിറ്റുകൾ, ചൂലടക്കം ജനങ്ങൾ അപ്പോൾ തന്നെ കൊടുക്കാൻ വേണ്ടി തയ്യാറ്. അതായത് ഇനി അങ്ങോട്ട് നിങ്ങൾ പോകണ്ട, പകരം നിങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ തന്നെ, ജനങ്ങൾ തന്നെ എന്നുള്ള തരത്തിൽ 772 കോടി രൂപ പണമായിട്ട് തന്നെ ഈ സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ജനങ്ങൾ. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതെന്താണ്? ഈ പണമൊക്കെ സമാഹരിക്കുകയും ബാക്കി കാര്യങ്ങളെല്ലാം സ്വരൂപിക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത് മത്തായിക്ക് ശേഷവും മത്തായിക്ക് മുൻപും എന്ന് പറയേണ്ടി വരും. മത്തായി വരുന്നതിന് മുൻപ് 1023 കുടുംബങ്ങൾ, ഞങ്ങളെല്ലാവരും പങ്കെടുത്ത സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന 1023 കുടുംബങ്ങൾ മത്തായിക്ക് ശേഷമില്ല. അപ്പം മത്തായിനെ കൊണ്ടുവന്നത് ഇവിടെ കുറച്ച് ആളുകളെ അവിടെ പുനരധിവസിപ്പിക്കണമെന്നുള്ള ആ ധാരണയോട് കൂടി തന്നെയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി പ്രക്ഷോഭങ്ങൾ നടത്തി, അങ്ങനെ ഒരു കുറ്റികൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല, മത്തായിക്ക് അങ്ങനെ കുറ്റിയടിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം 100 പറഞ്ഞു, പിന്നെ 50 പറഞ്ഞു, പിന്നെ അത് 30 ആക്കി. അപ്പോൾ തന്നെ അത് തിരുത്തി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മത്തായി കമ്മീഷൻ അങ്ങോട്ട് പോയതിന് ശേഷം പിന്നീട് വിവിധ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ, അതായത് ഓട്ടോറിക്ഷ കിട്ടിയവൻ തൊഴിൽ സംവിധാനത്തിൽ വരില്ല, ഓട്ടോറിക്ഷയ്ക്ക് ആരൊക്കെയോ സംഘടിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ എസ്റ്റേറ്റിൽ തൊഴിലിന് പോകുന്ന ആളുകൾക്ക് മറ്റ് ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ദിവസം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ദിവസം തോറും ഈ കാർഡും ഏതൊക്കെ കാർഡുകളുണ്ടോ ആ കാർഡുകളൊക്കെ പൊക്കി പിടിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. കളക്ടറേറ്റിലൊക്കെ എവിടെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റൊരു കാര്യം, ഈ പടവട്ടിക്കുന്നിലെ ആ സുഹൃത്ത് പറഞ്ഞു, പടവട്ടിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഹാഷ്മി ഏറ്റവും കുറഞ്ഞതൊരു റേഷൻ കട വേണ്ടേ, ഏറ്റവും കുറഞ്ഞതൊരു മെഡിക്കൽ ഷോപ്പ് വേണ്ടേ, രാത്രിയിൽ ഒന്ന് സഹായത്തിന് ഒരു മണ്ണെണ്ണയോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കെങ്കിലും തൊട്ടടുത്ത വീടുകളിൽ പോണ്ടേ, ഒരു റോഡോ സംവിധാനമോ വീടോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും പരസ്പരം സഹായിക്കാം. വെറും 27 കുടുംബങ്ങൾ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ഭീകരം കൂടെ ഉണ്ടായിരുന്ന 100 കണക്കിന് മനുഷ്യർ മരിച്ച സ്ഥലത്ത് എങ്ങനെ ജീവിക്കുന്നു? നേരെ മുൻപിൽ കാണുകയാണ്. ഇവർ പകുതി ആളുകൾ ആ ഭൂമിക്കടിയിൽ കിടക്കുകയാണ്. ഇവരെ നെഞ്ചത്തോടു കൂടി ചവിട്ടി കയറിപ്പോയി ഞങ്ങൾ അവിടെ താമസിക്കണം, നിങ്ങൾ അവിടെ താമസിച്ചേ മതിയാകുള്ളൂ എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. എന്താ അവസ്ഥ? 1 വർഷം ആവുന്നുണ്ട്, ലിസ്റ്റ് പൂർത്തിയാകാൻ പോകുന്നു പറയുന്നുണ്ട്. അതാ ഒരു വർഷമായിട്ടും ലിസ്റ്റ് പൂർത്തിയായിട്ടില്ല. അതൊരു വേറൊരു സത്യം. ഇപ്പോൾ നമ്മൾ പറയുന്നത് അവിടെ എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മത്തായി സാർ വന്ന് കുറ്റിയടിച്ചിട്ടുണ്ട്, എസ്റ്റേറ്റിൻ്റെ ആ തറേൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് അടിച്ചിട്ടുണ്ട്. ആ പാടി ഉൾപ്പെടില്ല. അതെന്ത് ന്യായമാണ്? അപ്പോൾ അങ്ങനെയൊക്കെ കുറ്റിയടിച്ച് എസ്റ്റേറ്റിൻ്റെ ലയങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളെ മാറ്റിവിട്ടിട്ട് അവരൊന്നും ലിസ്റ്റിൽ പെട്ടിട്ടില്ല ഇതുവരെ. അത്രയും കുടുംബങ്ങളെ രാട്ടപ്പാടിയും മുണ്ടക്കയിലും ഉണ്ട്. അതേപോലെ മുണ്ടക്കയിലും ഒരുപാട് ആളുകളുണ്ട്. അത്രയും ആളുകളെ ലിസ്റ്റിൽ പെടാതെ കുറച്ച് ആളുകളെ മാത്രം ലിസ്റ്റിൽ, നമ്മളെ ചീഫ് സെക്രട്ടറി പറഞ്ഞ പോലെ 1024 വീടിന് അവസാനം വന്നപ്പോൾ എങ്ങനെ 420 വീടായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അത് സർക്കാരിന്റെ പ്രതിനിധി ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഇവിടെ ഫ്രാൻസ് പറഞ്ഞ മാനദണ്ഡം ഉറപ്പായിട്ടും വേണം. പക്ഷെ ഇവിടെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു മഹാദുരന്തമാണ്. അവിടെ മാനദണ്ഡമാകേണ്ടത് എന്താണ്? ഇയാൾ ഏതെങ്കിലും തരത്തിൽ ദുരന്തത്തിനിരയായിട്ടുണ്ടോ? അയാളുടെ ജീവനോപാധി നഷ്ടപ്പെട്ടുണ്ടോ? ശരി, വീട് അവിടെ നിൽക്കുന്നുണ്ട്, കഞ്ഞി കുടിക്കാൻ എന്തെങ്കിലും പണി വേണമല്ലോ, പണി പോയിട്ടുണ്ടോ? അങ്ങനെ മാത്രമേ മാനദണ്ഡമാവാൻ പാടുള്ളൂ. അതല്ലാതെ എന്തിനാണ് ഫ്ലൈ സോൺ, എന്തിനാണ് ഗോ സോൺ, എന്തിനാണ് നോ ഗോ സോൺ, എന്തിനാണ് 3 ഫേസ്? മനസ്സിലാവുന്നില്ല. നമ്മളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ മത്തായി കമ്മിറ്റി റിപ്പോർട്ട്, പ്രശാന്ത് അതിൽ പങ്കെടുത്ത ആളാണ്, CPM-ന്റെ പ്രതിനിധി അന്ന് ഫ്രാൻസിസ് അല്ല വേറൊരാൾ പങ്കെടുത്തതാണ്. കലക്ട്രേറ്റിൽ നമ്മൾ നടന്ന മീറ്റിങ്ങിൽ ഈ റിപ്പോർട്ടും ഈ മാനദണ്ഡവും അംഗീകരിക്കരുത് എന്ന് സർവകക്ഷി തീരുമാനിച്ച് അത് സർക്കാരിനെ അറിയിച്ച ആളുകളാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും അതേ മാനദണ്ഡം തന്നെയാണ് നിലനിർത്തി വന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ റാട്ടപ്പാടി, ഇപ്പോൾ റാട്ടപ്പാടി എന്ന് പറയുന്നത് ഒരു 50-ൻ്റെയും 100 മീറ്ററിൻ്റെയും ഇടയിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ആളുകളാണ്. ആ ആളുകൾ ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ വാടകയ്ക്ക് താമസിച്ച് ഇപ്പോൾ അവർ താമസിച്ചിരുന്ന പാടികളിൽ ആ എസ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലായതുകൊണ്ട് ആ എസ്റ്റേറ്റ് അത് നന്നാക്കി അവരുടെ ആളുകൾക്ക് കൊടുക്കും. ഈ ഫൈനൽ ലിസ്റ്റ് വരുന്ന അന്ന് ഈ റാട്ടപ്പാടിയിൽ ഇപ്പോൾ വാടകയ്ക്ക് പുറത്തുള്ള ആളുകളുടെ വാടക നിലയ്ക്കും.
ഇവരെവിടെ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടത് പറയാം. ഈ ചോദ്യം അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ വാടക നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇതുവരെ നമുക്ക് ഉത്തരവില്ല. കാരണം അവർ ലിസ്റ്റിലില്ല, അവർക്ക് വീടില്ല, അവർ താമസിച്ച പാടിയിൽ മറ്റാളുകളും വന്ന് അവരെവിടെയാണ് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പ്രതിസന്ധി മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ ഈ കെട്ടിട ഉടമകളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ ഒരു വഴിക്ക് പോകുന്നു. ഉപജീവന മാർഗ്ഗമില്ല. ഇപ്പോൾ ലോഡിങ് അവർ പറയുന്നുണ്ട് 7 പേരുണ്ടെന്ന്, ഒരാൾ പോയി 6 പേര്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കും നല്ല ഓർമ്മയുണ്ട്. കലക്ട്രേറ്റിൽ നമ്മൾ കത്ത് കൊടുത്ത്, ഞാനൊരു കത്ത് കൊടുത്തതിന് കോപ്പി നിങ്ങൾക്ക് അയച്ചും കൊടുത്തു അവർക്ക്. ഞാനും ഇത് കൊടുക്കുന്നുണ്ട്, ഇവരെ പരിഗണിക്കണം. ലേബർ ഓഫീസറെയും ഇവരെയും ഈ തൊഴിലാളി സംഘടനകളെയും വിളിച്ച് ഇവരെന്നോട് പറഞ്ഞത് വയനാട്ടിൽ എവിടെ വേണമെങ്കിലും പോയി ലോഡിങ് പണി എടുത്തോളാം എന്നാണെന്ന് പറഞ്ഞത്. ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, അവരെവിടെയെങ്കിലും പോയി ലോഡിങ് പണി എടുത്തോളൂ. അവർക്ക് ആ ലോഡിങ് പണി അവരുടെ വരുമാനമല്ലേ, അത് കൊടുക്കും. പക്ഷെ അതിലൊരു തീരുമാനവും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ കെട്ടിട ഉടമകളായിരുന്ന ആളുകളുണ്ട്, അവരിപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ ആരെങ്കിലും പൈസ കൊടുക്കണം. അപ്പൊ അതുപോലെയുള്ള ആളുകളുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ എന്ത് ചെയ്യണം? ഞാൻ പറയാം സാറേ, നമ്മൾ റാട്ടപ്പാടിയില് ഉദ്ദേശിച്ച കാര്യത്തില് റാട്ടപ്പാടി മാത്രമാണ് ഉൾപ്പെടാത്തത്. ജോൺ മത്തന്റെ കല്ല് വെച്ചത് നമ്മളെ പാടിയും 2.5 മീറ്റർ പോലും അകലമില്ല. അത് തൊട്ടിപ്പുറത്ത് സ്റ്റോർ പാടിയുണ്ട്. സ്റ്റോർ പാടി 140 മീറ്റർ അകലെയാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. എന്തുകൊണ്ട് ഉൾപ്പെട്ടു? ഇതാണ് പ്രശ്നം. അല്ല ഫ്രാൻസ്, ഇതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് മാനദണ്ഡം വേണം, ഇല്ലാതല്ല. മാനദണ്ഡം ഇങ്ങനെ മനുഷ്യന്മാരെ ആദ്യം പിടിപ്പിക്കുന്ന തരത്തിലായി പോരുത്. അല്ല, ഇതിനകത്ത് ഒരു ആദിയുടെ പ്രശ്നം വരുന്നില്ല. കാരണം എന്താ വിഷയം? അല്ല, പറഞ്ഞോട്ടെ. അല്ല, ഒരു അവസാനിച്ചാൽ ആദ്യം അവസാനിക്കും. സാറിന് അവസരം തരാം, കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും കേൾക്കുന്നല്ലോ, എല്ലാവരും കേട്ടോട്ടെ. ഇപ്പൊ റാട്ടപ്പാടി, ചൂരമല, പടവട്ടിക്കുന്ന് 27 വീടുണ്ട്. അട്ടമല 17 വീടുണ്ട്. അതേപോലെ നമ്മളെ മുണ്ടക്കയിലും 14 വീടുണ്ട്. റാട്ടപ്പാടി 24 വീടുണ്ട്. ഈ വീടുകളൊന്നും മാനദണ്ഡം പാലിക്കാതെ എങ്ങനെ നിങ്ങൾ റാട്ടപ്പാടി ബേലിപ്പാലത്തിന് അപ്പുറത്തുള്ള റാട്ടപ്പാടി തൊട്ട് ഇപ്പുറത്തെ സ്റ്റോർ പാടി, ആ 2 പാടി മാത്രം എങ്ങനെ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി? ഒരു കാരണം പറയേ സാറൊന്ന് പറയും. അല്ല, ഇതില് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ആദ്യം ജോൺ മത്തായി എന്ന നിലയ്ക്ക് മാനദണ്ഡത്തിന്റെ ഭാഗമായി വന്ന ലിസ്റ്റ് നേരത്തെ തന്നെ വന്നു. അതിന് പുറമെ കുറച്ച് ആളുകൾ വരേണ്ടതുണ്ട്. അതിനകത്ത് ആർക്കാ തർക്കമുള്ളത്? പുഴയെന്ന് അളവെടുത്താൽ 140 പറയാനുള്ള അവസരം തരൂ. കഴിയോ? അങ്ങനെ നമുക്ക് ഒരു ചർച്ച മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടില്ലോ. അപ്പം അതിനകത്ത് ഈ മാനദണ്ഡത്തിന്റെ ഭാഗമായി ഒരു മാനദണ്ഡം നിശ്ചയിക്കുമ്പം അവിടെ ഒരു കുറ്റി അവിടെയല്ലേ അടിക്കാൻ പറ്റുള്ളൂ. കുറ്റി മാറ്റിയടിക്കാൻ കഴിയില്ല. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ഈ മാനദണ്ഡത്തിൻ്റെ പുറത്ത് വരുന്ന ആളുകളെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളതാണ്. അത് വിവിധ തരത്തിൽ പരിഗണിക്കാം. നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന പരമാവധി ആൾ ഉൾപ്പെടുത്താം. ഇനി നിരവധിയായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വീടുകൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? കോംപ്ലിക്കേഷൻ എന്തിനാണ്? ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ 3 വാർഡിലുള്ള സകല മനുഷ്യന്മാരെ രക്ഷിക്കാനുള്ള പൈസ ഈ കേരളം കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ഈ കേരളം കൊടുത്തിട്ടുണ്ട്. പണമുണ്ട്. 800 കോടിയോളം രൂപ സർക്കാരിന്റെ പക്കലുണ്ട്. എന്തിനാണ് കോംപ്ലിക്കേഷൻ? അന്തിമ ലിസ്റ്റ് വരുന്ന സമയത്തല്ലേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച. ഒരു വർഷമായി അന്തിമ ലിസ്റ്റിന്റെ കാലതാമസവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഇവിടെ ഉണ്ടായി. ആ ചർച്ചേന്റെ അതിനകത്ത് സൂചിപ്പിക്കാനുള്ള ഇത്രേ ഉള്ളൂ, ആ ലിസ്റ്റ് വരുന്ന സമയത്ത് അത് കുറ്റമറ്റതായ ലിസ്റ്റ് വരണമെന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഓരോ പ്രദേശങ്ങളില്ലേ, അതായത് പടവെട്ടിക്കുന്നുണ്ട്, റാട്ടപ്പാടി ഉണ്ട്, അതുപോലെ തന്നെ മാട്രക്കുന്നിന്റെ ഭാഗമുണ്ട്, ഇപ്പുറത്ത് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട അട്ടമല ഭാഗമുണ്ട്. ഇതിനെല്ലാം കൃത്യമായി അവരുടെ സാഹചര്യങ്ങൾ നേരത്തെ ഹാഷ്മിയുടെ സൂചിപ്പിച്ചല്ലോ. അതായത് ദുരന്തത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ അവർക്ക് അവിടെ താമസിക്കാൻ സാഹചര്യമില്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇത്ര സമയമെടുത്ത് അതിന്റെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഹിയറിംഗും പരിശോധനയും മുന്നോട്ട്. വീട് മാത്രമല്ല ഇവിടെ പ്രശ്നം ഈ ഉരുൾപൊട്ടലിൽ ഇതെങ്ങനെ ബാധിച്ചു? ഇത് ബാധിച്ച മനുഷ്യന്മാരെ മുഴുവൻ കാത്തുരക്ഷിക്കാനുള്ള പൈസ കേരളം സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ? അത് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത് ചെയ്യും. അത് ചെയ്യാൻ ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് കേരളത്തിലുള്ളത്. അത് ചെയ്യാൻ ചെയ്യും. അതിനകത്ത് ഒരു തരത്തിലുള്ള ആശങ്കയും പെടേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചു ആരോ, ഷംസാദ് തന്നെയാണ്. ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ അവിടെ സർക്കാർ സൂചിപ്പിച്ചിരുന്നു, അവിടെ
പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നവരെ അവിടെ ആർക്കെങ്കിലും സഞ്ചാരയോഗ്യമല്ലാത്ത പ്രദേശം ഉണ്ടെങ്കിൽ അവർക്കുൾപ്പെടെ വാടക കൊടുക്കുന്ന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രദേശത്തുള്ള എവിടെയെങ്കിലും അതിനകത്ത് ഉൾപ്പെടാത്ത വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സഞ്ചാരയോഗ്യമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാകുന്നവരെ വാടക കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ മേപ്പാടിയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയാണ്, വിട്ടുവിട്ട് മഴയാണ്. അല്പസം മുമ്പ് നല്ല ഒരു പെരുമഴ പെയ്തായിരുന്നു. ആ മഴ കേവലം ഒരു മഴയല്ല, അതൊരു ഓർമ്മത്തിൻ്റെ സങ്കട പെരുമഴ കൂടിയാണ്. എങ്കിൽ കൂടി ഈ പോയ ഒരു വർഷം കഴിയുമ്പോൾ വല്ലാതെ അതിജീവിക്കുന്നുണ്ട്. ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഈ നാട് മുന്നോട്ടൊക്കെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ തുടരുന്നു, നമ്മുടെ നാട്ടുകാർ തുടരുന്നുണ്ട്. ചേട്ടാ, ഒരു വർഷം ആവുന്നുണ്ട്, എന്താ അനുഭവം? എന്താ ഞാൻ ഇപ്പൊ ഈ പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പൊ ഈ 10, 11, 12 വാർഡ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നുണ്ട് പടവട്ടിക്കുന്ന്, അട്ടമല, റാട്ടപ്പാടി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 8ാം നമ്പർ എന്ന് പറഞ്ഞ സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്താണുള്ളത്. അതായത് ഈ കൊയിഞ്ഞാംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ 2019, 2018 ഇപ്പൊ ഈ 2024 ഈ പ്രളയത്തിന്റെ ഇതിൽ അമ്മ അനുഭവിച്ചാണ്. അവിടെ 2018 പൊട്ടിയിട്ട് അവിടെ ഒരു വീട് മാത്രം ജിയോടാക്ക് ചെയ്ത് 10 കുടുംബം ജിയോടാക്ക് ചെയ്താ. ഞങ്ങൾ 10 കുടുംബം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. 5 വർഷത്തോളമായി അവിടെ ആന സഞ്ചാരം ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്ത് ഹാരിസൺസിന്റെ ഭൂമിയിലതാ. ഞാൻ ഈ 24 സുർജിത് അയ്യപ്പത്തിനൊക്കെ കൂട്ടിക്കൊണ്ടിട്ട് അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തതാണ്. എന്റെ മോള് ഒരു കിഡ്നി പേഷ്യന്റ് ആണ്. എന്റെ കുട്ടീനായിട്ട് ഞാൻ ഡയാലിസിന് വരുന്ന ആ സമയത്ത് അന്ന് ആന ഇതാക്കിയിട്ട് തട്ടിയിട്ട ആൾക്കാരാണ് ഞങ്ങൾ. ഞാൻ 15 കിലോമീറ്റർ യാത്ര ചെയ്യണം എൻ്റെ കുട്ടീനായിട്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മെഡിക്കൽ ഷോപ്പ് പോലും ഇപ്പോൾ അവിടെ ഇല്ല. ഇപ്പൊ ഇവര് പറയണ്ട അതുണ്ട് ഇതുണ്ട് എന്നാണ്. ഞങ്ങളിപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെ വാടകയ്ക്ക് നിൽക്കാൻ പറ്റില്ല, താമസിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് അല്ല അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ പേടിച്ചിട്ടാണ്. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ കംപ്ലീറ്റ് വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ 9,000 തരാം, മറ്റേ തരാതാണ്. ഞാൻ കൃഷിക്കാരനാണ്. എൻ്റെ കുട്ടീനെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു മാസം എനിക്ക് 16,000 റുപ്യ ചിലവില്ലതാണ്. 10-32 വയസ്സുള്ള ഒരു മോളാണ് എനിക്ക്. അവർക്ക് കുട്ടിയുണ്ട്. ഒരു സഹായം നമുക്കില്ല. ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വാടക വരുന്നുണ്ട് 9,000 ഇപ്പൊ അന്ന് ADM വന്നിട്ട് പറഞ്ഞു 9,000 നിങ്ങൾക്കൊക്കെ തരും പറഞ്ഞു. ഈ സമയം വരെ എന്തോ പ്രശ്നം മറ്റേ വില്ലേജ് ഓഫീസറെ തല്ലിന്നാണിട്ട് അതിന്റെ ശേഷം ആ പൈസ ഇല്ല തരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വാഗ്ദാനം തന്ന് വന്നതാണ്. ഞങ്ങളിത് ആരത്തെയും പോയ നമ്മൾ കളക്ടറേറ്റ് എൻ്റെ മോളെ ഈ രോഗിനായിട്ട് പോയിട്ട് ഞാൻ 16 പ്രാവശ്യം കളക്ടറേറ്റ് ADMന്റെ അടുത്തും പോയതാണ്. അതേപോലെ MLA അടുത്തും പോയി ഇവിടെ പഞ്ചായത്തിലും താലൂക്കിലും പോയി. അവർ പറഞ്ഞ് നിങ്ങൾ ഫയല് കളക്ടറേറ്റ് കിടക്കും. കളക്ടറേറ്റ് അടുത്ത് പോകുമ്പോൾ പറയും അത് CMന്റെ അടുത്ത് പോയി. ഞാൻ ഈ രോഗിനായിട്ടാണ് പോകുന്നത്. എൻ്റെ മോക്കാണ് ഈ മാസത്തിൽ ഈ 7,000 റുപ്യ ഡയാലിസിന് തന്നെ വേണം. അവളെ കുട്ടീനെ പഠിപ്പിക്കാനുണ്ട്. ഇവിടുന്ന് ബസ്സിന് ഓട്ടോ വിളിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഒരു മാർഗം ഉണ്ടായത് കൃഷിയായിരുന്നു. അത് കംപ്ലീറ്റ് നശിച്ചുപോയി. ആനൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനവിടെ കുടിക്കുന്ന കിണറിൻ്റെ റിങ് അടക്കടുത്ത് വലിച്ചു പറഞ്ഞു. ഫോറസ്റ്റ് ഓഫീസിൽ എന്നെ ഇതിനു വേണ്ടി കൊടുത്തു, റിക്വസ്റ്റ് കൊടുത്തു. 6 മാസമായി. നഷ്ടപരിഹാരമായിട്ടൊന്നുമില്ല. കൃഷിഭവനിൽ പോയി പറഞ്ഞാൽ അത് ഫോറസ്റ്റിലാണ്. ഇവരിങ്ങനെ ഓട്ടിക്കാന്നല്ല, നമുക്കൊരു വരുമാനം ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ. ഇപ്പൊ താമസിക്കാൻ യോഗമില്ലാത്ത ഞങ്ങളെ ഏരിയയാണ്. പടവെട്ടിക്കുന്നിന് താമസിക്കാൻ യോഗ്യമില്ലാന്നല്ല ഞാൻ പറഞ്ഞത്. റാട്ടപ്പാടി കൊടുക്കുന്നില്ല. ഏറ്റവും ഈ 2019 എൻ്റെ മോളൊക്കെ ആ ഉരുളുപൊടലിൽ വലിച്ചു പോയിട്ട് ഞങ്ങളെ അയൽവാസികളാണ് പിടിച്ചു മാറ്റിയത്. ഇന്ന് അവിടെ ആ പ്രദേശം ഇപ്പൊ ഇവിടെ ആരും പറയണത് ഞാൻ കേട്ടിട്ടില്ല. എന്നാ വെച്ചാൽ ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടില്ല. അതാണ് ജീവിക്കുന്നത്. ദുരന്തം നേരിട്ട് ബാധിച്ചില്ലെങ്കിലും ഒരു പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് കുറച്ച് ആശങ്കകൾ പങ്കുവെക്കാനാണ് ഞാൻ ഇച്ചിട്ടുള്ളത്. ഞാൻ മേപ്പാടിയാണ്, നെല്ലിമുണ്ടയാണ് താമസം. അതിൻ്റെ ഒരു 6-8 കിലോമീറ്റർ ഇപ്പുറത്താണ് താമസം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ചൂരൽമല പറ്റ ഉപേക്ഷിക്കാനാണോ തീരുമാനം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതായത് ചൂരൽമല കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മുണ്ടക്ക ഈ പറഞ്ഞ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും ഉള്ള ആശങ്ക പോലെ തന്നെയാണ് ഈ ദുരന്തം നേരിട്ട് ബാധിക്കാതെ അതിന് ഈ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ. ആ മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഈ പല വിധത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് ഇതിനനുബന്ധിച്ച് തൊഴിലില്ലാതെയായിട്ടുണ്ട്. ഒരുപാട് പണക്കാർ പല ഇൻവെസ്റ്റ്മെന്റുകളും ചെയ്ത് അവിടേക്ക് പോകാൻ വരെ പറ്റാതെ വളരെ അവരെ ഈ പണമുള്ളവരെ കാണുമ്പോൾ പാവപ്പെട്ട ആളുകൾ അസൂയപ്പെടുന്ന ഒരു സ്വഭാവം അല്ലല്ലോ വേണ്ടത്. പണമുള്ളവർ നിലനിന്നാലല്ലേ പാവപ്പെട്ടവർക്ക് വല്ല പണിയോ തൊഴിൽ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ദുരന്തം നേരിട്ട് ബാധിക്കാത്ത കുറച്ച് പ്രദേശങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അട്ടമല പോലുള്ള, അതേപോലെ പിന്നെ മുണ്ടക്കൈ പക്ഷെ അതിന്റെ എന്താ പേര് എനിക്ക് പറയാൻ അറിയില്ല. അത് ഇവിടെയുള്ള ആളുകളാരും പറയട്ടെ. ആ ഭാഗങ്ങളൊന്നും ഒരു കേടും പറ്റാതെ ഇപ്പൊ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്?
അതിന് മറുപടിയൊക്കെയാണ് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി. അവിടേക്ക് പോകാനുള്ള വഴി 198 കോടി എങ്ങാണ്ട് ഉരുളങ്കല്ല് പറക്കി കളയാനൊക്കെ പിന്നെ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ തോട്ടിൽ ഉരുളങ്കല്ല് പറക്കി കളയാനാണെന്ന് തോന്നുന്നു 198 കോടി. അല്ല അതെ, ഈ മറ്റേ നമ്മുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെക്കാം. ഇത് ഈ ഭൂമി എടുക്കുന്നതിനെ സംബന്ധിച്ച് ഫോറസ്റ്റിന്റെയും ഈ പിന്നെ തോട്ടം മേഖലയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സങ്കീർണതകൾ അതിലുണ്ട്. നമുക്ക് അതിനുള്ള ബുദ്ധിയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കാൻ എന്തിനാണ് ഈ 1 വർഷം കാത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഒന്ന്. പിന്നെ രണ്ടാമത് ഇവിടെ ഈ കണക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു വീട്ടിൽ എത്ര പേഷ്യൻ ഗേറ്റ് ഉണ്ട്, എത്ര പട്ടികളുണ്ട്, എത്ര കോഴികളുണ്ട് എന്ന് അറിയാൻ ഇവിടെ അയൽക്കൂട്ടങ്ങളും സംവിധാനങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വീടുകൾ കയറി ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെയുള്ള മനുഷ്യരെ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്താതെ എങ്ങാണ്ടെന്ന വന്ന ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ പറയാം, നിങ്ങളെ നാട്ടിൽ പറയുന്ന റാഷ്മിന്റെ നാട്ടിൽ പറയുന്ന അറിയില്ല, മത്തായി പറഞ്ഞ പോലെയാണ്. അപ്പൊ ഈ മത്തായിനെ ഏൽപ്പിച്ചേ എന്തിനാണ് ഈ മത്തായിനെ ഏൽപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മത്തായി ആരാന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആശങ്ക നെ കുറിച്ച് ഒരു സംശയം ഉണ്ട്. മത്തായി എങ്ങനെ ഇവിടുന്ന് എങ്ങനെ അവതരിച്ചു എന്നൊരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മത്തായി കളിയാക്കല്ല. അത് അതാണ് ഒരു 4 മാസത്തിന് ശേഷം മത്തായി പെട്ടെന്ന് അവതരിക്കുകയാണ്. മത്തായി വരുന്നു, കുറ്റിയടിക്കുന്നു, ഇനി മുതൽ അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഞങ്ങളൊക്കെ അപ്പൊ തന്നെ ഇടപെട്ടു. ഇതെങ്ങനെ നടക്കും? ഇന്നലെ വരെ പറഞ്ഞതല്ലല്ലോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അത് നടക്കില്ല, മത്തായിന്റെ കുറ്റിയും ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തു. അതിനെതിരെ സമരം നടത്തി. പിന്നെ മത്തായി ഒന്നും പിന്നെ കണ്ടില്ല. പക്ഷെ പിന്നീടും ഇത് ആരും അറിയാതെ ആരൊക്കെയോ ഇതിൽ ഉള്ളിൽ കൂടെ കൊണ്ടുവന്ന് പിന്നെയും കുറ്റി മാറ്റിയടിക്കുന്നു. ഇങ്ങനെ മത്തായിനെ കൊണ്ടുവരേണ്ടത് ചില ആളുകളുടെ നിക്ഷിപ്ത താല്പര്യമായിരുന്നു. അവിടേക്ക് വീണ്ടും ഈ പാവങ്ങളെ അവിടെ പുനരധിവസിപ്പിക്കണം, അവിടെ തന്നെ ജീവിപ്പിക്കണം എന്നുള്ളത് ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ആടിൻ്റെയും കോഴിൻ്റെയും പട്ടീൻ്റെയും അടക്കം കണക്കെടുക്കുന്ന ആളുകൾക്ക് അവിടെ മരിച്ചുപോയ ആളുകളുടെ വിവരമില്ല, വീട് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ വിവരമില്ല, മറ്റൊരു വിവരമില്ല എന്ന് പറയുന്നത് ഒക്കെ ഇതിൻ്റെ ഒരു നിഗൂഢത ഇതിന്റെ പിന്നിലുണ്ട്. മത്തായി വന്നതും ഈ ലിസ്റ്റില്ലാത്തതും ഒക്കെ ഇതിന്റെ പിന്നിൽ. ഫ്രാൻസിസ്, ഇവിടെ നമ്മളന്ന് ആ ദുരന്ത സമയത്ത് കുറെ അധികം ആളുകൾ അഭയം പ്രാപിച്ച റിസോർട്ട്, ട്രീ വാലി എന്ന റിസോർട്ടിന്റെ പേര് ഷുക്കൂർ എന്നാണ് അതിന്റെ ഉടമസ്ഥന്റെ പേര്. ഷുക്കൂർ 3-4 പേര് ഉണ്ട്. അവരുടെ ജീവിതത്തിന് ആകെ സമ്പാദ്യം എടുത്തുണ്ടാക്കിയ റിസോർട്ടാണ്. ആ റിസോർട്ട് ഇപ്പോഴും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഷുക്കൂർ പോലും ഈ പറഞ്ഞ ലിസ്റ്റിലില്ല. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ എല്ലാ അതിന്റെ പ്രശ്നം എന്താണ്? അദ്ദേഹത്തിന് റേഷൻ കാർഡ് ഇല്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം കുറേ നാൾ ഗൾഫിലായിരുന്നു. ഇവിടെ ഈ നാട്ടിൽ ഒന്ന് റേഷൻ കാർഡാണ് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ സാങ്കേതികതയുടെ ഈ നൂലിഴകേറൽ നമുക്ക് നിർത്തിക്കൂടെ? ഇതിനെ ഒരു മനുഷ്യാവകാശം എന്ന് കണ്ടുകൂടെ അതിനെ? അല്ല, ഇതില് എനിക്ക് കുറച്ച് സമയം തരണം. ഞാൻ നേരത്തെ ഹാഷ്മിനോട് ചോദിച്ചിരുന്നു. കാരണം നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ സർക്കാരിലേക്ക് വരികയാണ്. സർക്കാരിലേക്ക് വരുന്നതിന് ഒരു പോസിറ്റീവായ വശം കൂടിയുണ്ട്. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, മാങ്ങയുള്ള മാവിലെ കല്ലെറിയുള്ളൂ. കാരണം നാളിതുവരെ ഈ ദുരന്തമുണ്ടായിട്ട് 1 വർഷം പൂർത്തിയാകുമ്പം 1 രൂപ പോലും ചൂരൽമല മുണ്ടക്കൈക്കാർക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി അവിടെ നിൽക്കുന്നുണ്ട്. പിരിച്ച പൈസ പുട്ടടിച്ച UDFന്റെ പ്രതിനിധി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വരും. അത് സ്വാഭാവികമാണ്. അപ്പം എനിക്ക് കുറച്ച് സമയം തരണം. ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം ഇവിടെ ചർച്ച തുടങ്ങിയ സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ഇത്ര വൈകുന്നത് എന്ന ചോദ്യം ഇവിടുന്ന് ഭൂരിഭാഗം ആളുകളും ചോദിച്ചു. ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അത് വലിയൊരു ആശങ്കയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ആശങ്കയാണ് ആദ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ എന്താണ് വസ്തുത എന്ന് ഇനിയെങ്കിലും നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പം ചൂരൽമല ദുരന്തമുണ്ടായി, അതിനുശേഷം സർക്കാർ എന്ന നിലയ്ക്ക് ഒരു ടൗൺഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് മുണ്ടക്കൈ ചൂരൽമലക്കാരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പ്രദേശവാസികളായ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളാണ് ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒക്ടോബർ മാസം 4-ാം തീയതി, അതായത് ദുരന്തമുണ്ടായി കൃത്യം 2 മാസം പൂർത്തിയാകുമ്പോൾ ഒരു ടൗൺഷിപ്പ് എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെച്ചു. ആ ടൗൺഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വെക്കുകയും ടൗൺഷിപ്പ് ഏറ്റെടുക്കാൻ ആവശ്യമായിട്ടുള്ള, നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 5 ഭൂമി പ്രാഥമികമായി കണ്ടെത്തി. ആ 5 ഭൂമിയിൽ വിദഗ്ധ സമിതിയെ ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധമായി അതിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് 2 ഭൂമിയിലേക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒക്ടോബർ 4-ാം തീയതിയാണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത്. ഒക്ടോബർ 12-ാം തീയതി ഈ അന്തിമ ലിസ്റ്റിൽ വന്ന 2 തോട്ടമുടമകളും ഈ സർക്കാർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ പോയി. പിന്നീട് നീണ്ട കോടതി നടപടികളുടെ കാലഘട്ടമായിരുന്നു. 2025 മെയ് 24-ാം തീയതി, അതായത് 6 മാസം പൂർത്തിയാകുന്നതിനടുത്ത് വരുന്ന സമയം, 2025 മെയ് 24-ാം തീയതി
സർക്കാർ 26 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതേ മാസം, അതായത് മെയ് മാസം 27-ാം തീയതി സർക്കാർ തറക്കല്ലിട്ടു, പ്രസ്തുത ഭൂമിക്ക് തറക്കല്ലിട്ടു. ഏപ്രിൽ മാസം 11-ാം തീയതി കോടതി വീണ്ടും കൂടുതലായി കെട്ടിവെക്കണമെന്ന 17 കോടി രൂപ കൂടി കെട്ടിവെച്ചുകൊണ്ട് പ്രസ്തുത ഭൂമി അവിടുത്തെ ഉദ്യോഗസ്ഥന്റെ പേരിലേക്ക്, അതായത് ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരിലേക്ക് സർക്കാർ കൈമാറ്റം ചെയ്യുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് കൃത്യമായി, ഞാൻ പറഞ്ഞ ഡേറ്റ് കൃത്യമാണ്, ഒക്ടോബർ 4-ാം തീയതിയാണ് സർക്കാർ ആശയം മുന്നോട്ട് വെക്കുന്നത്. ആദ്യമായി കേസ് എന്ന നിലയ്ക്ക് ഈ ബന്ധപ്പെട്ട ആളുകൾ കേസ് നൽകുന്നത് ഒക്ടോബർ 12-ാം തീയതിയാണ്. സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും കോടതി നടപടികൾ പൂർത്തിയാക്കി ഈ ഭൂമി സർക്കാരിന്റെ കയ്യിലേക്ക് ലഭിക്കുന്നത് ഏപ്രിൽ 11. ആശ്മി, അത് പറയാൻ എനിക്ക് അവസരം തരണം. അവസാനിച്ചില്ല, അത് പറയാൻ അവസരം തരണം. അതായത് 6 മാസം സമയമെടുത്തു. 6 മാസം സമയം. ആ 6 മാസം സമയത്തിനുള്ളിൽ സർക്കാർ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്, അതുകൂടി മനസ്സിലാക്കണം. എന്താ ചെയ്തത്? അവിടുത്തെ പ്രാഥമികമായിട്ടുള്ള സർവേ നടപടികൾ പൂർത്തിയാക്കി, പ്ലാൻ തയ്യാറാക്കി, അതുപോലെ തന്നെ ആരാണ് നിർമ്മാണം നടത്തേണ്ടതെന്നുള്ള ഏജൻസിയെ നിശ്ചയിച്ചു. ആ ഏജൻസിയുമായി ബന്ധപ്പെട്ട നടപടിക്രമം പൂർത്തിയാക്കി. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി, അവരുമായിട്ടുള്ള എഗ്രിമെന്റ് നടപടികൾ പൂർത്തിയാക്കി. 6 മാസം കൊണ്ട് പേരലായി ഇതേ പ്രവർത്തനം നടത്തി. 6 മാസം, അതായത് ഏപ്രിൽ 11-ാം തീയതിയാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ അവസാനിക്കുന്നത്. ഏപ്രിൽ 13-ാം തീയതി അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഒറ്റ മിനിറ്റ്, അതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ, താമസിച്ചെന്നുള്ള ചോദ്യം വ്യക്തമല്ല. ഒരു 2 മിനിറ്റ് പറഞ്ഞ പോയിന്റ് അവസാനിപ്പിക്കാൻ സമയം തരും. അതായത് ഏപ്രിൽ 13-ാം തീയതി മുതൽ ഇന്ന് വരെയുള്ള ദിവസം എന്ന് പറയുന്നത് 107 ദിവസമാണ്. 107 ദിവസം. ആ 107 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ വയനാട് ജില്ലയിലെ പ്രത്യേക സാഹചര്യം കൊണ്ട് വേനലിൽ ഉൾപ്പെടെ 75 ദിവസം മഴ പെയ്തു. 31 ദിവസം മാത്രമേ മഴയില്ലാത്ത ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഇതിനിടയിൽ മാതൃകാ വീട് സർക്കാർ പൂർത്തിയാക്കി. 153 വീടിന്റെ അവിടുത്തെ മുന്നോട്ട് പോന്നു. നാളിതുവരെ, അതായത് ലീഗ് ഇവിടെ വീട് പ്രഖ്യാപിച്ചു. ഇവിടെ ഉരുൾപൊട്ടലുണ്ടായി. താമസിച്ചു എന്ന് പറഞ്ഞത് താമസിച്ചു എന്ന് പറഞ്ഞതിന്റെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫ്രാൻസിസ് പറയുന്നത്. അവിടെ നിൽക്കട്ടെ. ഈ ഉരുൾപൊട്ടലുണ്ടായി 1 വർഷം ആകുകയാണല്ലോ. ഈ ഉരുൾപൊട്ടലുണ്ടായി ദുരന്തം നമ്മൾ നേടുന്ന ദുരന്ത നിവാരണം നടത്തി പുനരധിവാസ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വലിയ മഹാദുരന്തം 3 വാർഡുകൾക്കെതിരെ ഒരു 3 കിലോമീറ്റർ ഉള്ളിൽ ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളത്, ഇത്ര ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടുള്ളത്, വീടുകൾ പോയിട്ടുള്ളത്. ആ ദുരന്തത്തെ നേരിടാൻ പുനരധിവാസം എന്ന രീതിയിൽ ഗവൺമെന്റ് ചെയ്തത് ഇവിടെ പഞ്ചായത്ത് സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തു, ലിസ്റ്റ് തയ്യാറാക്കി. ഒരു ദിവസം മുഴുവൻ ഇരുന്ന് 3 ആളുകളെ വേർതിരിച്ചിരുന്ന് സർവകക്ഷി ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് അംഗീകരിച്ച് ഈ പറഞ്ഞ പ്രക്ഷോഭകാരി ഉണ്ടാവുമോ? സർവകക്ഷി ഉണ്ടാക്കിയ ലിസ്റ്റ് 545 ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് അംഗീകരിച്ച് ഇന്ന് പ്രശ്നമുണ്ടോ? ഇല്ല. 750-800 കോടി രൂപ പൈസ കിട്ടി. ഈ പൈസ കിട്ടിയാൽ ഇനി എത്ര കോടി രൂപ ചെലവാക്കാതെ നമുക്ക് വേണ്ടി ഗവൺമെന്റ് ഗുരുതരമായ വീഴ്ച ഇതിലുണ്ടായി. സമയബന്ധിതമായി കാര്യം ചെയ്തില്ല. ഒരു മിനിറ്റ് സമയബന്ധിതമായി ചെയ്തില്ല. മത്തായി കമ്മീഷൻ പിന്നെ അംശം സൂചിപ്പിച്ചു. ഈ മത്തായി കമ്മീഷൻ വന്നതോടുകൂടിയാണ് കാര്യം മാറുന്നത്. ഇവിടെ പഞ്ചായത്തില് നമ്മൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ പ്രശ്നം ഒരു ഉദ്യോഗസ്ഥമായി തടഞ്ഞു നിർത്തി, ADM ഉൾപ്പെടെ തടഞ്ഞു നിർത്തി. അന്ന് ഞങ്ങൾ പറഞ്ഞ മുഖ്യമായ കാര്യം ഇതിലെ നിബന്ധനകൾ മാറ്റം വരുത്തണം. ഈ മത്തായി കമ്മീഷൻ നിബന്ധന മാറ്റം വരുത്തിയേ മതിയാവുള്ളൂ. പക്ഷേ ഗവൺമെന്റ് ഏകപക്ഷീയമായി എന്തോ ഒരു ഏകപക്ഷീയമായ നിലപാട്, വളരെ നിഗൂഢമായ നിലപാടെന്ന് പറയാൻ കഴിയുള്ളൂ. ചോദ്യം ചോദിക്കാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായം എസ്റ്റേറ്റ് ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഇവിടെ ഭൂമി കണ്ടെത്താൻ ഗവൺമെന്റ് സ്വീകരിച്ച മാർഗം, അവിടെ എസ്റ്റേറ്റിന് ഭൂമി കണ്ടെത്താൻ അവിടെ സ്വീകരിച്ച മാർഗം ആ എസ്റ്റേറ്റുമായി സംസാരം നടത്തിയില്ല, ചർച്ച നടത്തിയില്ല. അപ്പോഴാണ് ഈ പ്രവർത്തനം എല്ലാം പൂർത്തിയാക്കിയ സർക്കാർ കുറ്റക്കാരാകുന്നത്.
പറഞ്ഞു. അല്ലേ? 1 രൂപ തരാത്ത പറഞ്ഞു. കേന്ദ്ര സർക്കാർ എവിടെ കിടക്കുന്നു? കാതലായ ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ദുരന്തം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. ഇവിടെ ഇപ്പോഴും പറയുന്നില്ല അവിടെ നഷ്ടപ്പെട്ടത് കേവലം ഒരു വീട് മാത്രമല്ല, 5 സെന്റ് ഭൂമി മാത്രമല്ല. നഷ്ടപ്പെട്ടതിന് നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യത ആർക്കാണ്? സർക്കാരിനാണ്. ഒരു വർഷമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ക്, അവിടെ ക്വാർട്ടേഴ്സുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഇവിടെ നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു പൂക്കയിൽ അബുക്കയുടെ കുറിച്ച്. അയാൾ ഡയാലിസിസ് പേഷ്യന്റ് ആണ്. അയാൾ ഇപ്പോ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ കയ്യിലിട്ടുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയുണ്ടായത്? മാസം 50,000-ലധികം രൂപ വാടക മാത്രം കിട്ടിയിരുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ ബിൽഡിങ്ങുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 1 രൂപ ഈ സമയം വരെ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. നഷ്ടപരിഹാരം കണക്കാക്കി അത് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? സർക്കാരിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനും നിങ്ങളൊക്കെ ടാക്സ് അടക്കുന്നത് സർക്കാരിനാണ്. ഈ ഒരു വർഷത്തിനിടക്ക് അത്തരം ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇവിടെ ഫ്രാൻസിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് 1 മിനിറ്റ് സമയം എനിക്ക് തരാം. ഏറ്റവും അവസാനം SSLC +2 റിസൾട്ട് വന്നു. ഈ മുണ്ടക്കയിലെ ഒരു കുട്ടി പഠിക്കുന്നത് 47 കിലോമീറ്റർ അപ്പുറത്തുള്ള തളിപ്പുഴയിലാണ്. +1 അലോട്ട്മെന്റ് കിട്ടിയതാണ്. ഏത് കുട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അവരെ കൂടെ പഠിച്ച കുട്ടികൾ പലരും നഷ്ടപ്പെട്ട് മാനസികമായ പ്രയാസം നേരിടുന്ന കുട്ടികൾക്ക് അവർ പ്രത്യേകമായ സാഹചര്യത്തിൽ മേപ്പാടിയിൽ ഒരു സ്കൂൾ തയ്യാറാക്കി അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. പനമരത്ത് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കെങ്കിലും ഒരു മിനിമം സംവിധാനം, അവർക്ക് അഡ്മിഷൻ നേടാനുള്ള +1 അലോട്ട്മെന്റിന് പ്രാഥമികമായി അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അവർ ജീവിക്കുന്ന സ്ഥലത്ത് അലോട്ട്മെന്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. +2 റിസൾട്ടിലും ഇതേ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. കാതലായ പ്രശ്നങ്ങൾ. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് MBBS-നടക്കം പഠിക്കുന്ന കുട്ടികൾ ഈ ദുരന്തബാധിത പ്രദേശത്തുണ്ട്. ഓരോ സെമസ്റ്ററിനും ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുക്കേണ്ട മക്കളുണ്ട്. ഈ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ സമയം വരെ 1 രൂപ. ഒരു കാര്യം കൂടി, ഇവിടെ ഈ ദുരന്തത്തിൽ എത്ര പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്? മുബീന എന്ന് പറയുന്ന സഹോദരി 1 വർഷത്തിനിടയ്ക്ക് എത്ര സർജറിക്ക് വിധേയമായിട്ടുണ്ട്? 8 ലക്ഷം രൂപയിലധികം മുബീനയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെലവുണ്ട്. ആരാണ് ഈ പണം കൊടുത്തത്? സർക്കാർ എന്താണ് കൊടുത്തത്? അവ്യക്തിന്റെ കാര്യമടക്കം ഒരുപാട് ആളുകൾ, ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകൾ, പ്രസവിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ദുരന്തത്തിൽപ്പെട്ട് ഗർഭാശയത്തിലടക്കം കല്ലും മണ്ണും കയറി വലിയ രീതിയിൽ പ്രയാസപ്പെട്ട ആളുകൾ, ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ വിംസ് ആശുപത്രിയിലെ ബില്ലടക്കുന്നതിനപ്പുറത്തേക്ക് തുടർ ചികിത്സ ആരേറ്റെടുത്തു? സംഷാദ്, ഈ വിദ്യാഭ്യാസ കാര്യത്തിലടക്കം എല്ലാവരും ശ്രദ്ധ വേണം. ഇപ്പം T സിദ്ദീഖ് കുറെ ആളുകളിലേക്ക് കത്തയക്കുകയും ഇപ്പം മലബാർ ഗോൾഡിന്റെ സഹായത്തോടെ കുറെ പദ്ധതിയൊക്കെ ഉണ്ട്. അത് മതിയാവില്ല. ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. സർക്കാർ ഇടപെടലുണ്ടാവണം. അതിന് നിങ്ങളും ആ ഇടപെടൽ പ്രേരിപ്പിക്കണം. അതെ, തീർച്ചയായും. ഇപ്പോൾ ഫ്രാൻസിസ് ഇവിടെ പറഞ്ഞതിൻ്റെ ഇതുവരെ ഒരു രാഷ്ട്രീയപരമായ ചർച്ച പോയിട്ടില്ലായിരുന്നു. പക്ഷെ രാഷ്ട്രീയപരമായി ചർച്ച പോയി, അതിൽ പ്രയാസമില്ല. പക്ഷെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ വർഷവും ഇതിനു മുമ്പും പഠിച്ച ഉന്നത വിദ്യാഭ്യാസത്തിന് ആലപ്പുഴ കോളേജിൽ MBBS-ന് പഠിക്കുന്ന കുട്ടിയുടെ ഫീസ് ആരാണ് അടച്ചത് എന്ന് ഫ്രാൻസിസ് പരിശോധിച്ചാൽ മതി. കാരണം ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, സർക്കാർ അടച്ചിട്ടില്ല. ഈ നാട്ടിലെ ജനപ്രതിനിധികൾ കണ്ടവൻ്റെ മുമ്പ് പോയിട്ട് കൈനീട്ടി കിട്ടിയ പൈസ കൊണ്ടാണ് ഈ കുട്ടികളുടെ ഫീസ് അടച്ചത്. അത് ഞങ്ങൾക്ക് പറയാൻ ഒരു മടിയില്ല. പക്ഷെ ഞാനത് ഇത്ര നേരം പറയാത്തത് ഇവരുടെ ആവശ്യങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു ഈ ചർച്ചയുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഇനി ഈ വർഷം അവിടെ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾ +1-ന് അഡ്മിഷൻ എടുത്തു. അവർക്ക് പുസ്തകം വാങ്ങാനോ യൂണിഫോം വാങ്ങാനോ ബാഗ് വാങ്ങാനോ കുട വാങ്ങാനോ സർക്കാർ പൈസ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. അവർക്ക് 5000 രൂപ വെച്ച് കൊടുത്ത പാർട്ടി മുസ്ലിം ലീഗാണ്. നിങ്ങളിപ്പോൾ കളിയാക്കിയല്ലോ മുസ്ലിം ലീഗ് തറക്കല്ലിട്ടിട്ടില്ല എന്ന്. ഞാൻ മുസ്ലിം ലീഗുകാരനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരാ കൊടുത്തത്. ഉന്നത വിദ്യാഭ്യാസം നേടി 8 കുട്ടികൾക്ക് 20,000 രൂപ വെച്ച് കൊണ്ട് കൊടുത്ത പാർട്ടി ഏതാ അറിയോ? അതും ലീഗ്. എനിക്ക് പറയുന്നതിൽ മടിയില്ല. കാരണം ഞാൻ അത് ഉണ്ടായ ആളാണ് ആ വേദിയിൽ. എന്നോടൊപ്പം ഇരുന്ന ആളുകൾ അവിടെ ഉണ്ടാവും. ഈ കൊടുത്ത പൈസയാണ്. തുടർ ചികിത്സയുടെ കാര്യം പറഞ്ഞു. നമ്മൾ ഈ ദുരന്തം ഉണ്ടായ കാലം മുതൽ പറയുന്നുണ്ട് തുടർ ചികിത്സ ഏൽക്കണമെന്ന്. കഴിഞ്ഞ 1 കൊല്ലത്തിനിടയിൽ തുടർ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച തുക എത്രയെന്നറിയോ? 5 ലക്ഷം രൂപ. മുബീനയ്ക്ക് മാത്രം ചെലവായ തുക എത്രയാണെന്നറിയോ? 8 ലക്ഷമാണ്. ആകെ 298 പേർ മരിച്ച ദുരന്തത്തിൽ തുടർ ചികിത്സയ്ക്ക് സർക്കാർ മാറ്റിവെച്ചത് 5 ലക്ഷം. ചെലവായ തുക 2,20,000 രൂപ. ഇത്രയാണോ നമുക്ക് തുടർ ചികിത്സയ്ക്ക് ചെലവായ തുക ഉണ്ടാവുക? തുടർ ചികിത്സയ്ക്ക് ചികിത്സ എന്ന് പറയുന്നത് വിംസിൽ 21 ലക്ഷം കൊടുത്തല്ല ഞാൻ പറയുന്നത്, തുടർ ചികിത്സയാണ്. കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ അത് അബുക്കയുടെ പേര് ഇവിടെ പറഞ്ഞു, മറ്റുള്ളവരുടെ പേരുകളൊക്കെ പറഞ്ഞു. അവർക്ക് എന്താണ് സർക്കാർ കൊടുത്തത്? പിന്നെ ഫ്രാൻസിസ് വീണ്ടും കളിയാക്കി യൂത്ത് കോൺഗ്രസ്സുകാർ പുട്ടടിച്ചു എന്നല്ലേ. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും, നിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്നൊരു ജീപ്പ് ഓടിച്ച് അവൻ്റെ കുടുംബം കഴിയുന്നുണ്ടെങ്കിൽ ആ ജീപ്പ് ഈ നാട്ടിൽ പാട്ടപ്പിരിവ് നടത്തി വാങ്ങിക്കൊടുത്ത യൂത്ത് കോൺഗ്രസ് ആണ്.
ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് കൊടുത്ത ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ട്, ജീപ്പ് ഓടിക്കുന്ന ആളുകളുണ്ട്. സർക്കാർ വാങ്ങിക്കൊടുത്ത ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത ഒരാളുടെ പേര് പറയട്ടെ, സർക്കാർ ജീപ്പ് വാങ്ങിക്കൊടുത്ത ഒരാളുടെ പേര് പറയട്ടെ, സർക്കാർ ഫീസ് അടച്ചൊരു കുട്ടിയുടെ പേര് പറയട്ടെ, സർക്കാർ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവാക്കിയ ഒരാളുടെ പേര് പറയട്ടെ. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് വെക്കും. ഇത് വെറുതെ അങ്ങോട്ടും തർക്കിക്കാനുള്ളതല്ല, ഇത് ഇതുവരെ നടന്നതാണ്. ഇനി അങ്ങോട്ട് നടക്കേണ്ടത് എന്താണ്? ഇവരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അത് പടവട്ടിക്കുന്നാവട്ടെ, റാട്ടപ്പാടി ആവട്ടെ, തുടർ ചികിത്സ ആവട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ ചെലവാവട്ടെ, എന്ത് കാര്യങ്ങളാവട്ടെ. ആഷ്മി നേരത്തെ പറഞ്ഞു, MLA പറഞ്ഞു, മലബാർ ഗോൾഡാണ് സ്പോൺസർ. മലബാർ ഗോൾഡിൽ നിന്നടുത്ത് കത്തയച്ചൊരു MLA ഒരുപാട് കുട്ടികൾ ഒരുപാട് കോളേജുകൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ മെഡിസിൻ അടക്കം പഠിക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കുന്നത് സർക്കാരല്ല, കൊടുക്കുന്ന സംഘടനകളൊക്കെ പറയാം. നമ്മളത് പറയാൻ പാടില്ല എന്നാണ്. കുട്ടികളുടെ പുസ്തകം, മെസ്സ്, ഭക്ഷണം, ഹോസ്റ്റല്, പോക്കറ്റ് മണി അടക്കം കൊടുക്കുന്നുണ്ട്. പോക്കറ്റ് മണി ഒരു മാസം ഒരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. സർക്കാരാണോ? ഈ 775 കോടിയുള്ള സർക്കാരും ഈ നാട്ടിലെ ജനപ്രതിനിധികളും ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണത്. അപ്പം നമ്മൾ വിമർശിക്കാം, നമുക്ക് ആളുകളെ കളിയാക്കാം, അതിലൊന്നും തർക്കമില്ല, ഞാൻ അതിൽ തർക്കിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ സന്തോഷം ഉണ്ടാകുന്നത് ഒറ്റ കാര്യം കൂടി. നേരത്തെ ഫ്രാൻസിസ് മുസ്ലിം ലീഗിനെ കോട്ട് ചെയ്ത ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ ദുരന്തം ഉണ്ടായി സർക്കാർ അടിയന്തര ധനസഹായം കൊടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന സർക്കാർ ലിസ്റ്റിലെ മുഴുവൻ കുടുംബങ്ങൾക്കും 15,000 രൂപ ബൈ ക്യാഷായി കൈ കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വാഹനങ്ങൾ നഷ്ടപ്പെട്ട 4 പേർക്ക് ജീപ്പ് വാങ്ങിക്കൊടുത്ത പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. അത് CPM എന്നല്ല, ഫ്രാൻസിസ് രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം. അവിടെ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ഇവിടെ നിൽക്കുന്ന അശോകേട്ടനടക്കം പറയണ്ട എന്ന് കരുതുക, അവർക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. മുസ്ലിം ലീഗ് ഭൂമി എടുത്തിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് അവിടെ വരികയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങൾ രാഷ്ട്രീയമായി പറഞ്ഞതുകൊണ്ട് അവിടെ മുസ്ലിം ലീഗിന് ആദ്യമായി ഇവര് ഒരു പ്രതിപക്ഷത്തെ ആദ്യമായി എതിർക്കുന്നത് എവിടെയാ? ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത, സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുത്ത ആ ഊട്ടുപുര 4-ാം ദിവസം പൂട്ടിച്ചത് ആരാണ്? അവിടെ വൈറ്റുകാടിന്റെ ഭക്ഷണപുര ആരാണ് പൂട്ടിച്ചത്? അത് കഴിഞ്ഞ് ക്രൗഡ് ഫണ്ടിങ് നടത്താൻ തുടങ്ങിയപ്പോൾ ആ ഫണ്ടിങ്ങിനെതിരെ കോടതിയിൽ പോയി അവസാനം കോടതി 25,000 രൂപ ഫൈൻ ഇട്ടത് ആർക്കെതിരെയാണ്? പ്രവർത്തനങ്ങൾക്കൊക്കെ മുസ്ലിം ലീഗ് അതിൻ്റെതായ CPM നടത്തിയ പങ്കെന്താണെന്നുള്ളത് നാട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നേ. ഞാൻ തിരികെ മറുപടി കേൾക്കണം ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. നമ്മൾ മേപ്പാടിയിലാണ്. ഒരു വർഷം മുൻപ് സങ്കടങ്ങളുടെ മുഖങ്ങളിൽ നേരിയ പുഞ്ചിരി കാണുന്നുണ്ടെങ്കിൽ കൂടി ഉള്ളിൽ വലിയ ആശങ്കകൾ, വലിയ ചോദ്യങ്ങൾ, എന്താണ് മുന്നോട്ടുള്ള ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള സമയം കുറച്ച് പറഞ്ഞു. നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്ത സർക്കാരിന്റെ പ്രതിനിധി അതിലൊരു ക്ലാരിറ്റി ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്നുള്ള പ്രതീക്ഷയിൽ അതിനെക്കുറിച്ച് അറിയാനായിരുന്നു പങ്കെടുത്തത്. അത് പറഞ്ഞു. അതിനുശേഷം ഈ ചർച്ച രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സർക്കാരിന്റെ പ്രതിനിധി പോവാണ്. അപ്പൊ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി. നമ്മൾ ഈ പ്രളയം ഉണ്ടായ സമയം മുതൽ അവിടെ DYFIക്കാരുണ്ടായിരുന്നു, യൂത്ത് ലീഗുകാരുണ്ടായിരുന്നു. എല്ലാവരും അന്ന് രാഷ്ട്രീയമില്ലാതെ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇവിടെ നമ്മളെ രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ സജീവമായി നിന്നത്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം 28 ദിവസം ഈ മേപ്പാടിയിൽ താമസിച്ച് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനം ഇപ്പൊ ഇവിടെ ഫ്രാൻസേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു, യൂത്ത് കോൺഗ്രസ് എന്തോ കട്ട് മുക്കി പുട്ടടിച്ചു. അതായത് ഒരു സർക്കാരിന്റെ പ്രതിനിധി വരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ കയ്യിലുള്ള 750 കോടി പോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ് 30 വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഓരോ മുക്കിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പിരിവെടുത്തിട്ടല്ല. ഇവർ ഇന്നലെ നടത്തിയ പോലെ പിച്ചച്ചട്ടി കൊണ്ട് വാങ്ങിയതല്ല. ഞങ്ങളുടെ സഹപ്രവർത്തകർ വിവിധ ചലഞ്ചുകൾ നടത്തി കണ്ടെത്തിയ തുക, ആ തുകയുടെ സ്റ്റേറ്റ്മെന്റ് ഈ ചാനലിനടക്കം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കൊടുത്തിട്ടുള്ളതാണ്. കിട്ടിയ തുക കൃത്യമായി ഞങ്ങൾ സൂക്ഷിച്ചു വെച്ച് 30 വീടുകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. അന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് 30 വീട് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുമെന്നുള്ളതാണ്. അതിന് സർക്കാർ സ്ഥലം നൽകണമായിരുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ 500ന്റെ മേലെ ലിസ്റ്റുകൾ ആളുകളുണ്ട്, ഇത് അർഹരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അതിലധികം വീടുകൾ ഇതുപോലെ വെച്ച് നൽകാൻ അന്ന് പലരും സന്നദ്ധ സംഘടനകളും പല ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സ്ഥലം കണ്ടെത്തി കൊടുക്കാതെ ഇന്നും ഇരുട്ട് തപ്പുന്ന സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്.
യൂത്ത് കോൺഗ്രസിന് ഇന്നും വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്ത സാർ ഒരു കാര്യം കൂടെ പറയട്ടെ. യൂത്ത് കോൺഗ്രസ് 30 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 30 വീട് യൂത്ത് കോൺഗ്രസ് വെച്ച് കൊടുക്കും. അതിന് ഒരു ഡിവൈഎഫ്ഐക്കാരനും പിച്ച തണ്ടേണ്ട ആവശ്യമില്ല. അന്ന് മാത്രമേ പറയുള്ളൂ. ഡിവൈഎഫ്ഐ പറഞ്ഞ 20 വീടുണ്ട്. അതും സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും CM-ന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട് ആ അക്കൗണ്ടിലേക്കാണ് ഡിവൈഎഫ്ഐക്ക് വരെ തുക കൈമാറാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഡിവൈഎഫ്ഐ വെച്ച വീട് അതിന് ഒരു ക്ലാരിറ്റി അല്ല. ഡിവൈഎഫ്ഐ വെച്ച വീട് എവിടെയാണ് വെച്ചിട്ടുള്ളത്? എവിടെയാണ് വീട് വെച്ചിട്ടുള്ളത്? വീട് എവിടെ? ഡിവൈഎഫ്ഐ കേരളത്തിൽ നിന്നാകെ ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിരിച്ച തുക എന്ന് പറയുന്നത് 20 കോടി രൂപയാണ്. 25 കോടി രൂപയാണ് 25 വീട് വെക്കാമെന്ന് പറഞ്ഞ് 100 വീടിന്റെ പൈസയാണ് ഡിവൈഎഫ്ഐ കണ്ടത്. ആ പൈസ നൽകിയത് നിർമ്മാണ ഏജൻസിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും 3 പേരടങ്ങുന്ന ആ ഫണ്ടിലേക്കാണ് കൈമാറിയത്. ഞങ്ങൾ പറഞ്ഞ 30 വീട് പോലെ തന്നെ അവരുടെ വീട് ഇപ്പോഴും 88 ലക്ഷം രൂപ കൊണ്ട് 30 വീടുണ്ടാക്കുന്ന മാജിക്ക് ആദ്യമായിട്ട് വീണ്ടും പൈസ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പൈസ പിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തൊരു മറുപടി പറയണ്ടേ? പറയാനുള്ളത് പറയില്ല. അവിടുന്ന് കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. അല്ല, ഇത്തരത്തിലേ ഞാൻ പറയുന്നത് പറയാൻ സമയം തരില്ലേ? സാധാരണക്കാരെ വേദനിക്കുന്ന മനുഷ്യന്മാർ ഈ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? അതായത് പറയാൻ സമയം തരണം. ഈ ഒരു കാര്യത്തില് രാഷ്ട്രീയം കളിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുകയോ അല്ല വേണ്ടത്. ഞങ്ങളെ പോലത്തെ എന്താ പറയാ നിസ്സഹായതയോടുകൂടി വീട് വിട്ടിറങ്ങിയ ആളുകളുണ്ട്. അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാരിനാണ് ആണല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കുള്ള ഒരു ഭവനം വീട് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിലവിൽ സർക്കാർ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ നിലവിലുള്ളത് 410 വീടുകളാണ്. ആ 410 വീടുകളിൽ 104ഓളം ആളുകൾ സർക്കാരിൽ നിന്ന് 15 ലക്ഷവും അതോടൊപ്പം തന്നെ 2 മാസത്തെ വാടകയും മേടിച്ച് വന്നു. അതെന്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്? ഇവിടെയുള്ള മുസ്ലിം ലീഗും അതുപോലെ തന്നെയുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടാണ്. അതിലൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പുനരധിവാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് കൽപ്പറ്റയിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഭാഗമായിക്കൊണ്ട് 7 സെന്റ് സ്ഥലവും ഒരു വീടും അതാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ കൽപ്പറ്റയിലെ മാർക്കറ്റ് വാല്യൂ, ആ ബൈപ്പാസിലെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു 10 ലക്ഷം വെച്ച് കൂട്ടിയാൽ 10-15 ലക്ഷം ഇപ്പോൾ അവിടെ വിലയുണ്ട്. 10 ലക്ഷം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 7 സെന്റിന് 70 ലക്ഷം രൂപയായി. അതോടൊപ്പം തന്നെ വീട് നിർമ്മിക്കുന്നത് 20 ലക്ഷം വെച്ചുകൊണ്ടാണ്. അങ്ങനെ വന്നാൽ ഒരു ഗുണഭോക്താവിന് ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ വീടും സ്ഥലവും കിട്ടേണ്ട ഇടത്ത് നിന്നാണ്. അല്ല പറയട്ടെ ചോദിക്കാം. നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ അന്വേഷിച്ചോളൂ മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക്. ആ ആളുകളിൽ നിന്നാണ് അവിടെ നിന്നാണ് ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പൊ മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ള ഭൂമി മേപ്പാടിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഭൂമിയിൽ നിലവിലെ മാർക്കറ്റ് വാല്യൂനെ കുറിച്ച് അവിടെ വലിയ ചർച്ച നടക്കുകയാണ്. നിലവിൽ 30,000-40,000 രൂപക്ക് അവിടെ ഭൂമി കിട്ടാനുണ്ട്. ആ ഭൂമിയാണ് 1.25 ലക്ഷത്തിന് ലീഗ് എടുത്തിട്ടുള്ളത്. അവിടെ ഒരാൾക്ക് ഇവിടെ നിന്ന് പോയിട്ടുള്ള ഒരാൾക്ക് വീട് വെക്കുകയാണെങ്കിൽ നിലവിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് 8 സെന്റ് സ്ഥലമാണ്. ആ 8 സെന്റ് സ്ഥലത്തിന് 8 ലക്ഷം രൂപ. ലീഗ് വെക്കുന്ന വീടിന് എത്രയാ? കയറി വന്നാൽ 10 ലക്ഷം രൂപ. അങ്ങനെ വന്നാൽ 20 ലക്ഷം രൂപയുടെ പ്രശ്നം. ഇതൊക്കെ പറയുമ്പോഴും കേന്ദ്ര സർക്കാർ ഒരു സഹായം ചെയ്തിട്ടില്ല. ഫ്രാൻസിന്റെ മറുപടി എനിക്ക് പറയാനുണ്ട്. ഫ്രാൻസിസേ, ഈ നിങ്ങൾ ഈ പറഞ്ഞതിന് ശേഷമൊക്കെ എത്രയോ വെള്ളം ഒലിച്ചു പോയിട്ടോ. അതൊന്നും നിങ്ങൾ ജനങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ആ നിന്നിടത്ത് തന്നെ നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ ഫ്രാൻസിസേ, ഫെബ്രുവരി മാസം 11-ാം തീയതി കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് ബിൽഡിംഗ് റീഹാബിലിറ്റേഷൻ നെടുമ്പാല എസ്റ്റേറ്റിലും എൽസൺ എസ്റ്റേറ്റിലും കൂടി 111-ഉം 87-ഉം 198 കോടി സംസ്ഥാന സർക്കാരിലേക്ക് കിട്ടിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ കിട്ടിയിട്ടുണ്ടോ? ഫെബ്രുവരി മാസം 11-ാം തീയതി ഫെബ്രുവരി മാസം 11-ാം തീയതി ശരി, ഇതെന്താ പറയാൻ സമ്മതിക്കാത്ത? നിങ്ങൾക്ക് റീഹാബിലിറ്റേഷന് വേണ്ടി, അതായത് അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി 198 കോടി രൂപ ഫെബ്രുവരി മാസം 11-ാം തീയതി കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അത് അവര് പറയട്ടെ. ഒറ്റ രണ്ടാമത് അവിടെ
ഇതൊക്കെ അത് നിങ്ങൾ പറയണം, ആ പൈസ എവിടെയെന്ന്, നിങ്ങൾ ഓക്കെ, 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 നമുക്ക് സമയം കഴിയാം. പുന്നപ്പുഴയില് 65 കോടി, ഫയർ ആൻഡ് റെസ്ക്യൂ 21 കോടി, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഈ പൈസ എവിടെ? ചൂരൽമല 38 കോടി. സർക്കാർ കടമെടുത്താണ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് SBI പോയിട്ട് ഞാൻ കടമെടുത്താണ്. SDRF ആ പൈസ എന്റെ ഉത്തരവാദിത്തമാ. സെക്രട്ടറി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കേരള. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. കേരളത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് എന്താ? ശരി, സമയം കഴിയാം. ഓക്കെ, സമയം കഴിയാം. ഓക്കെ, നമ്മുടെ സമയം കഴിയണം. എന്തായാലും എന്തായാലും ഈ മനുഷ്യന്മാർക്ക് ആവശ്യപ്പെടാനുള്ളത് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് സുഗമമായി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ്. അതിലെ രാഷ്ട്രീയ തർക്കം എന്തായാലും. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇനിയും കാണാം. ഇനി പ്രൈം ടൈം വിത്ത് അസ്കേൻ. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.